നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രതിഫലമായി മാറിയിരിക്കുകയാണ്. പുകതുപ്പി കൂകിപ്പാഞ്ഞ് ഓടിയിരുന്ന കൽക്കരി വണ്ടികൾ രാജ്യം വളരുന്നതിനൊപ്പം ഡീസൽ വണ്ടികളായും വൈദ്യുതി ട്രെയിനുകളായും പരിണമിച്ചു. ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേഭാരതും മറ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും പാളത്തിലൂടെ കുതിച്ചു പായുന്നു. മിന്നൽ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനായുള്ള കാത്തിരിപ്പിലാണ് നാം. അതിവേഗ ഗതാഗത സംവിധാനം എന്നത് നവഭാരതത്തിന്റെ പ്രത്യേകതയാണ്. ആ ഒരു പ്രത്യേകതയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടി റെയിൽവേയിൽ ഓരോ മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസഞ്ചർ ട്രെയിനുകളിൽ മാത്രമല്ല, ചരക്ക് തീവണ്ടികളിലും കാതലായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ അശ്രാന്തം പരിശ്രമിക്കുകയാണ്. നെല്ലും പുല്ലും എന്തിന്, കല്ലും മണ്ണും വരെ വഹിച്ച പാളത്തിലൂടെ പതിയെ പതിയെ ഉറക്കം തൂങ്ങി ഓടിയിരുന്ന ചരക്ക് തീവണ്ടികൾ ഇതാ ശരവേഗത്തിൽ കുതിച്ചു പായുകയാണ്. അതിനുതകുന്ന എഞ്ചിൻ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 900 കുതിരശക്തിയുള്ള എഞ്ചിനാണ് ഗുജറാത്തിലെ ദാഹോദ് വർക്ക്ഷോപ്പിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. ഏകദേശം 4500 മുതൽ 5000 ടൺ വരെ ഭാരമുള്ള ചരക്ക് തീവണ്ടിയെ 100 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായാനാണ് റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നതും. ഇതോടെ ഇന്ത്യയിലെ ചരക്ക് തീവണ്ടികളുടെ വികസിത രാജ്യങ്ങളിലേതുപോലെ അതിവേഗത്തിൽ കുതിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഈ ലോക്കോ മോട്ടീവിൻ്റെ 89% ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക. ജർമ്മൻ എഞ്ചിനീയറിംഗ് ഭീമനായ സിമെൻസുമായി ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ദാഹോദിലുള്ള ഇലക്ട്രിക് ലോക്കോ മോട്ടീവ് നിർമ്മാണ യൂണിറ്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ അതിവേഗ ചരക്ക് ട്രെയിൻ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള തലത്തിലേക്ക് ഉയരുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ ലോക്കോ മോട്ടീവുകൾ നിർണായക പങ്ക് വഹിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ചരക്ക് ട്രെയിനുകളുടെ ശരാശരി വേഗതയും ലോഡിംഗ് ശേഷിയും മെച്ചപ്പെടുത്തുന്നതിലൂടെ ട്രാക്കുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ലോജിസ്റ്റിക് ചെലവ് 10% വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പുത്തൻ എഞ്ചിനിൽ ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ, അതായത് കവച് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ഗ്രീൻ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ എന്നിവയും ഉണ്ടാകും. ഈ വർഷം ഏപ്രിലോടെ പുത്തൻ എഞ്ചിൻ പുറത്തിറക്കാനാകുമെന്നാണ് കരുതുന്നത്. ദാഹോദ് റെയിൽവേ പ്രൊഡക്ഷൻ യൂണിറ്റിൽ 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉയർന്ന കുതിരശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 20,000 കോടിയിലധികം നിക്ഷേപം നടത്തിയ ഈ പദ്ധതിയിൽ 1ഉം 2ഉമല്ല 1200 ഹൈ ഫോഴ്സ് പവർ 900 HP ലോക്കോമോട്ടീവുകളാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നേരിട്ടും അല്ലാതെയും 7000-ലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നവഭാരതത്തിന്റെ വിളംബരത്തിലായി അധികം വൈകാതെ തന്നെ സൂപ്പർ പവറോടുകൂടി കരുത്തുറ്റ എഞ്ചിൻ ഘടിപ്പിച്ച ചരക്ക് വണ്ടികൾ നമ്മുടെ പാളത്തിലൂടെ ഓടുന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് തത്വമയി TV.